കാവനാട് കുടിവെള്ളം ശേഖരിക്കാൻ പോയ വീട്ടമ്മ വള്ളം മറിഞ്ഞു മരിച്ചു. കാവനാട് പുത്തൻതുരുത്തിൽ മണക്കാട്ടിൽ പുതുവയലിൽ സെബാസ്റ്റ്യന്റെ ഭാര്യ സന്ധ്യയാണ് മരിച്ചത്. കൊല്ലം കാവനാട് പുത്തൻതുരുത്തിൽ മണക്കാട്ടിൽ പുതുവയലിൽ സെബാസ്റ്റ്യന്റെ ഭാര്യ സന്ധ്യ എന്ന 44 വയസ്സുകാരിയാണ് മരണപ്പെട്ടത്. മത്സ്യക്കച്ചവടക്കാരിയായിരുന്നു സന്ധ്യ. രാവിലെ വീട്ടിലേക്കുള്ള കുടിവെള്ളം ശേഖരിക്കാൻ മകനൊപ്പം മറുകരയിലെ പാലമൂട്ടിക്കടവിലെ പ്ലാന്റിൽ പോയപ്പോഴാണ് അപകടമുണ്ടായത്. നിലവിൽ 10 ദിവസമായി തുരുത്തുകളിൽ ജലക്ഷാമം രൂക്ഷമാണ്. ശാസ്താംകോട്ട ശുദ്ധജലമെത്തുന്ന പൈപ്പ് ലൈൻ ദിവസങ്ങൾക്ക് മുൻപ് ചവറപ്പാലത്തിന് സമീപത്ത് വെച്ച് പൊട്ടിപ്പോയതിനെ തുടർന്ന് ജലവിതരണം മുടങ്ങിയിരുന്നു. ഇതിന്റെ പുനർനിർമ്മാണ പ്രവർത്തികൾ നടന്നുവരുന്ന സാഹചര്യമാണ്. തുരുത്ത് നിവാസികൾക്ക് ടാങ്കറിലെത്തിക്കുന്ന വെള്ളം നിശ്ചിത അളവിൽ മാത്രമാണ് ഓരോ കുടുംബാംഗങ്ങൾക്കും നൽകുന്നത്. കുടിവെള്ളവുമായി വരുമ്പോഴായിരുന്നു വള്ളം മറിഞ്ഞത്. രാവിലെ ഏകദേശം 9 മണിയോട് കൂടി ഒരു അമ്മയും മകനും കൂടി മത്സ്യബന്ധനം കഴിഞ്ഞ് വലയും മീനും ഉൾപ്പെടെ അവരെ വള്ളത്തിൽ വെച്ചുകൊണ്ട് ഇപ്പോൾ ഒരാഴ്ചയെ തുടർന്ന് കുടിവെള്ള പ്രശ്നമുണ്ട്. അപ്പം ഇക്കരെ കരയിൽ വന്ന് വെള്ളം എടുത്ത് തിരിച്ചു പോകുന്ന വഴിക്ക് വേലിയിറക്ക സമയമായിരുന്നു. നല്ലതുപോലെ ഇറക്കം നിൽക്കുന്ന സമയമായതുകൊണ്ട് അവരുടെ കയ്യിൽ വെള്ളം നിൽക്കാതെ കടവിൽ കെട്ടിയിട്ടിരുന്ന ബോട്ടിൽ വന്ന് ഇരിക്കുകയും വള്ളവും ഉൾപ്പെടെ മറിയുകയും രണ്ടുപേരും കൂടെ മറിഞ്ഞ് വെള്ളത്തിൽ പോവുകയാണ് ചെയ്തത്. അപ്പോൾ അടുത്തിരിക്കുന്ന ആളുകൾ വിളിച്ച് പറഞ്ഞ് കടത്തുവെള്ളം ഉണ്ടായിരുന്നു. കടത്തുവെള്ളത്തിൽ കടത്തുകാരൻ ചെല്ലുകയും ഇവർ രണ്ടുപേരെയും കരക്കി കയറ്റുകയും അടുത്തുനിന്ന് ഓട്ടോറിക്ഷയെ കൊണ്ട് അവരെ ഹോസ്പിറ്റലിൽ എത്തിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഹോസ്പിറ്റലിൽ എത്തുന്നതിന് മുമ്പ് തന്നെ മരണപ്പെട്ടു എന്നുള്ള രീതിയിലാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. ഒരു കൗൺസിലർ എന്ന നിലയിൽ എൻ്റെ ഡിവിഷനിൽ 9 തുരുത്തുകളാണുള്ളത്. കുടിവെള്ള പ്രശ്നം ഭയങ്കര രൂക്ഷമായിട്ട് നിൽക്കുകയാണ്. അപ്പം നമ്മളാൽ കഴിയുന്ന രീതിയിലുള്ള ബദൽ സംവിധാനങ്ങൾ നമ്മൾ വള്ളത്തിൽ ഉൾപ്പെടെ വെള്ളം അവിടെ കൊണ്ട് എത്തിച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും അത്രത്തോളം പ്രായോഗികമല്ല. ഏകദേശം 500ഓളം കുടുംബങ്ങളുണ്ട്. നമുക്ക് എല്ലാവരിലും വെള്ളം എത്തിച്ചു കൊടുക്കാനായിട്ട് നിലവിൽ സാഹചര്യമില്ല. അതിന് ഏതെങ്കിലും തരത്തിലുള്ള ബദൽ സംവിധാനങ്ങൾ കണ്ടെത്തിയേ കഴിയത്തുള്ളൂ. ഇനിയും കുടിവെള്ള പ്രശ്നം കഴിയാനായിട്ട് പൂർണ്ണമായിട്ട് പരിഹരിക്കാൻ ഏകദേശം 2-3 ദിവസം എടുക്കുമെന്നുള്ള രീതിയിലാണ് നമുക്കത് അറിയാൻ കഴിഞ്ഞത്. വള്ളം മറിഞ്ഞ ഉടൻ തന്നെ വള്ളക്കാർ വലിയ വള്ളം കൊണ്ടുവന്ന് രണ്ടുപേരെയും രക്ഷപ്പെടുത്തി കരയിലെത്തിച്ചു. തുടർന്ന് ഓട്ടോറിക്ഷയിൽ സമീപത്തെ ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും സന്ധ്യ മരണപ്പെടുകയായിരുന്നു. മക്കൾ എബി, സ്റ്റെനി. ന്യൂസ് ബ്യൂറോ, കൊല്ലം.